കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം മെൻസ് അസോസിയേഷന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നമുക്കിപ്പോൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന പേരിൽ ഒരു അസോസിയേഷൻ ഉണ്ട്. അതിന്റെ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ടാവും വട്ടിയൂർക്കാവ് അജിത് കുമാർ എന്നുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്തിന് അത്രമാത്രം ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. കഴിഞ്ഞ കുറച്ച് വിഷയങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാവും. നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുന്നേ മസ്താനി സവാദ് എന്നുള്ള ഒരു വിഷയത്തിൽ അദ്ദേഹം പ്രതിയായിട്ടുള്ള ഈ ഒരു സവാദിനെ പോയിട്ട് മാലയിട്ട് സ്വീകരിക്കുന്നതൊക്കെ. നമുക്കൊരു അസോസിയേഷൻ വേണ്ടത് ഒരിക്കലും പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, നിരപരാധികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സോ സവാദിന്റെ ആ വിഷയത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ്. അദ്ദേഹത്തിന് സിബ് ഊരി നിൽക്കുന്നതും അവൻ ബസ്സിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. സോ തീർച്ചയായിട്ടും അവൻ എന്തോ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഓടി രക്ഷപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ദീപക് ഷിംജിത വിഷയം വന്ന സമയത്ത് അദ്ദേഹം പ്രതികരിച്ച രീതി ഞാൻ കണ്ടിരുന്നു. വളരെ വൈകാരികമായിട്ട് വളരെ തെറിയൊക്കെ യൂസ് ചെയ്ത് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന് തന്നെ അറിയാത്ത രീതിയിലായിരുന്നു അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. മാത്രമല്ല ഞാൻ അദ്ദേഹത്തിന്റെ കുറച്ച് ഇന്റർവ്യൂകളും കണ്ടു. അതിൽ സ്ത്രീകളെ വളരെയധികം അടിച്ചമർത്തിയിട്ടാണ് സംസാരിക്കുന്നത്. മെൻസ് അസോസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെൻസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ഒരിക്കലും സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നിലപാടെടുത്തും അതുപോലെ തന്നെ സംസാരിച്ച ആളാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹത്തിന് ഒന്നും കൂടി എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാവും. സോ ഇത്തരത്തിലൊരു അസോസിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തേക്ക് മുന്നിലിടുകയാണെങ്കിൽ വളരെയധികം നല്ല കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സോ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് പറയാം.